എല്ലാവരും ഫുഡ് കഴിച്ചോ? ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ്. അതായത് ഞാൻ കൊതിപ്പിക്കാൻ പോവാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കിയതാണ് നല്ല മത്തി ഫ്രൈ. നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ. പിന്നെ വാഴയുടെ കൂമ്പ് തോരൻ. നിങ്ങൾക്ക് ഇഷ്ടമാണോ? നന്നായിട്ട് തേങ്ങയൊക്കെ ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് വാഴകൾ. പിന്നെ നമ്മുടെ ഹെൽത്തിന് നല്ല ബെസ്റ്റ് തോരനാണ് വാഴയുടെ കൂമ്പ് കൊണ്ടുള്ള തോരൻ. പിന്നെ ഞാൻ വെച്ചത് തലക്കറിയാണ്. ഇന്നത്തെ സ്പെഷ്യലാണ് നമ്മുടെ തലക്കറി. അപ്പോൾ ഞാൻ ലഞ്ച് കഴിക്കാൻ പോവാണ്. ഇന്ന് എൻ്റെ സ്പെഷ്യൽ നല്ല തലക്കറിയാണ്. ഇത് വാളക്കൂരിൻ്റെ തലക്കറിയാണ്. കൊച്ചിയിലുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും ഈ മീനിനെ കുറിച്ച്. കുറച്ച് വലിപ്പമുള്ള മീനാണ്, പക്ഷെ അധികം റേറ്റ് ഒന്നുമില്ല. പക്ഷെ നല്ല ടേസ്റ്റാണ്, വളർത്തു മീനാണ്. അപ്പോൾ അതാണ് വാളക്കൂരിൻ്റെ തല വെച്ചിട്ടാണ് ഞാൻ മുളകിട്ട കറി ഉണ്ടാക്കിയത്. പിന്നെ നമ്മളുടെ മത്തി ഫ്രൈ ഉണ്ട്. പിന്നെ നമ്മളുടെ വാഴയുടെ കൂമ്പ്, നിങ്ങൾ എന്താ പറയാ, കൂമ്പ് വറവ് തോരൻ, അതും വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ്. നല്ല വിശപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ കഴിക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ തല കണ്ടോ? അപ്പൊ നമ്മളുടെ കഴിക്കട്ടെ. ഈ മീൻ്റെ തല മുളകിട്ട് വെച്ചാല് ഒന്നൊന്നര ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മളുടെ വെജിറ്റേറിയൻ ആവശ്യമുണ്ട്, പച്ചക്കറികൾ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളുടെ കൂമ്പ് തോരൻ, അപ്പോൾ കൂമ്പ് വറവ് എന്നാണ് എൻ്റെ വായിൽ വരാം. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയാം. പിന്നെ മത്തി നല്ല കുഞ്ഞു മത്തിയാണ് കേട്ടോ, നല്ല ഫ്രൈ ചെയ്തു. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ തലക്കറിയും എങ്ങനെയാണ് റെസിപ്പി എന്ന് നിങ്ങൾ പെട്ടെന്നൊന്ന് കണ്ടിട്ട് വാ. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് കഴിച്ചു തീർക്കട്ടെ. മുളകിട്ട മീൻകറി ഞാൻ മുന്നേയും ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ്, അതായത് തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക്, കൊച്ചുള്ളി, പിന്നെ പുളി പിഴിഞ്ഞൊഴിച്ചു. ഇതിൽ ഞാൻ ഇഞ്ചി ഇടുന്നില്ല കേട്ടോ. പിന്നെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എന്നിട്ട് ഞാൻ നമ്മളുടെ തലയും മീനും ഇട്ടു. അപ്പോൾ മീൻ ഇട്ടത് കുറച്ചും കൂടി ടേസ്റ്റ് വരാനാണ്. 2 കഷ്ണം ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഞാൻ 2-3 മീൻ ഇട്ടുന്നേ ഉള്ളൂ. വാളക്കൂരിയാണിത്. എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് നന്നായിട്ട് കുറുക്കി എടുക്കാം. നന്നായിട്ട് കുറുകുന്നതിനനുസരിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഉപ്പുമൊക്കെ ഇടണം. വെളിച്ചെണ്ണയും തൂകി കറിവേപ്പിലയും ഇട്ട് നമ്മുടെ തലക്കറി അവിടെ അങ്ങനെ സെറ്റായി. അപ്പോൾ മുളകിട്ട കറിയും കൂമ്പ് വറവും മത്തി ഫ്രൈയും ഒക്കെ കൂട്ടിയിട്ട് ഒരു പേ പിടിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടെ. അപ്പം എൻ്റെ തീറ്റ മത്സരങ്ങൾ നിങ്ങൾക്ക് എന്നും കാണാൻ പറ്റും. ഇത് ഫിഷ് കാണണോ? വാളപ്പൊരി നല്ല നെയ്യുള്ള മീനാണ്, അതുകൊണ്ട് ഫ്രൈ ചെയ്തതിന് ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പം നമ്മുടെ തല കഴിക്കാൻ എനിക്ക് പേടിയാവുന്നു. തലേൻ്റെ സൈസ് കണ്ടോ? ഇനി ഒടുക്കത്തെ നെയ്യുള്ളതുകൊണ്ട് ഒടുക്കത്തെ ടേസ്റ്റാ. ഇതിന്റെ നെയ്യ് എണറുന്ന നിങ്ങൾ എന്താ പറയാ, മുട്ടയോ? അപ്പൊ വലിയ സൈസിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ ടേസ്റ്റ് ഒന്നുമില്ല, മീൻ നല്ല ടേസ്റ്റ്. ഞാൻ ഇന്ന് മുളകിട്ട് വെച്ചതിൽ ഇഞ്ചി ഇട്ടിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചൊന്നും അറിയില്ല. അപ്പം നമ്മൾ മുളകിട്ട കറിയിൽ ഇഞ്ചിയാണല്ലോ പ്രധാനമായിട്ടുള്ളൊരു സംഭവം. ഞാൻ ഇഞ്ചി ഇടാനാണ്. ഇഞ്ചി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അപ്പം ഞാൻ വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു.
അതിന് പകരം ഞാൻ വെളുത്തുള്ളി കുറേ ഇട്ടു. അപ്പോൾ ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നുമില്ല. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇഞ്ചി ഇല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇഞ്ചി ഇട്ടാൽ ഒന്നും കൂടി നല്ലത്. ഞാൻ എല്ലാവരെയും കൊതിപ്പിക്കുന്നതിന് പരാതിയുണ്ട്. എന്ത് ചെയ്യണം? വിശന്നിരിക്കുമ്പോൾ നല്ല നാടൻ ഫുഡ് കിട്ടിക്കഴിഞ്ഞാലും ചോറ് തിന്നൽ സ്റ്റൈലൊക്കെ മാറും. മത്തി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്രാവശ്യം മത്തി ഞങ്ങളെ ഈ ഫ്ലാറ്റിൻ്റെ താഴെ ഒരു വീട്ടിൽ നിന്ന് അവർ ഫിഷ് ഡെലിവറി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരാണ് ഞങ്ങൾക്ക് കൊണ്ടുതന്നത്. അപ്പോൾ ആദ്യമായിട്ട് ട്രൈ ചെയ്തതാണ്. പക്ഷെ നല്ല ഫ്രഷ് മത്തിയായിരുന്നു. അവർ നല്ല തലയോടെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊണ്ടുതന്നു. തലയൊരു രക്ഷയില്ല കേട്ടോ. നെയ്യുള്ളത് കൊണ്ടാണ് തലക്ക് ഭയങ്കര ടേസ്റ്റ്. പക്ഷെ ഈ മീന് ഞാൻ ഹോട്ടലിലൊന്നും കാണാറില്ല. നല്ല ടേസ്റ്റുള്ള മീനല്ലേ? ഇനി ഉണ്ടോന്ന് അറിയില്ല, കഴിച്ചിട്ടില്ല. മുളകിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പൊ നിങ്ങൾ മറക്കണ്ട, വാളപ്പൊരി എന്നാണ് ഇതിന്റെ പേര്. കൊച്ചിയിലുള്ളവര് ചോദിച്ചു വാങ്ങിച്ചോ, ഞാൻ ഗ്യാരണ്ടി. വയറ് നിറയെ ഫുഡ് കഴിക്കൂ. ഞാൻ കഴിച്ചു തീർക്കട്ടെ. ബൈ.